ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോം സാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഇൻഷുറൻസും തീർന്ന് പുക ടെസ്റ്റും തീർന്നു. അപ്പോൾ ഇത് രണ്ടും എടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഇൻഷുറൻസ് എത്രയാവുമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു വണ്ടിയുടെ മെയിൻ്റെനൻസിനെ പറ്റിയിട്ട്. അപ്പോൾ മെയിൻ്റെനൻസിനെ പറ്റിയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. അതിനു മുമ്പ് ഇൻഷുറൻസ് ഇതെല്ലാം ഇതിൽ പെടുന്നൊരു മെയിൻ ഘടകമാണ് മെയിൻ്റെനൻസിൽ. അപ്പോൾ നോർമൽ വണ്ടികൾക്ക് എത്ര രൂപയാണ്, RCക്ക് എത്ര രൂപയാണ് ഇൻഷുറൻസ് എന്ന് നോക്കാം. ഇതിപ്പം 2015 മോഡൽ വണ്ടിയാണ്. അപ്പം ഇപ്പോൾ 2020 2 വർഷം 5 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്ര രൂപ ആവുമെന്ന് നോക്കാം. ഇവിടെ ഇൻഷുറൻസ് എടുക്കുമായിരുന്നല്ലോ, അതെവിടെയാണ്? അവിടെ ഇല്ലേ? അതുവഴിയാണോ വഴി? ഇൻഷുറൻസ് എടുക്കുന്നത് വണ്ടി താഴെ ഇരിക്കണം. A few moments later. കേട്ടില്ല. OTP നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യുന്നു. സീറ്റ് ഓഹോ. അപ്പം ഗൈസ്, അപ്പം ഇൻഷുറൻസ് എടുത്തു, പുക ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസ് ആദ്യം പറയാം. അപ്പം നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസിൽ മെയിനായിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഇൻഷുറൻസ്, ഇതേപോലുള്ള പേപ്പർ വർക്ക്. കാരണം
നമ്മളെ പേപ്പർ വർക്ക് സൈഡിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്ന മെയിൻ ഇൻഷുറൻസ് വന്നിട്ട് വർഷം തോറുമാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. നെക്സ്റ്റ് പുക ടെസ്റ്റ് ചെയ്യുന്നത് 6 മാസം കൂടുമ്പോഴാണ്. ഇപ്പോഴത്തെ BS6 വണ്ടിയിൽ എനിക്ക് തോന്നുന്നു 1 വർഷത്തേക്ക് പുക ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം പുക ടെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത്രയും നാൾ 60 രൂപയായിരുന്നു, ഇപ്പം എന്താ 80 രൂപ. അപ്പം പുക ടെസ്റ്റ് ചെയ്തതിന് 80 രൂപയായി. പിന്നുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന് എൻ്റെ വണ്ടി 2015 മോഡലാണ്, ഇപ്പോൾ 20 വർഷം പഴക്കമുണ്ട്. അപ്പം വണ്ടിയിൽ ഇതിന് മുന്നേ ഞാൻ ഈ ന്യൂ ഇന്ത്യ എന്നാണ് ഞാൻ സ്ഥിരമായിട്ട് എടുക്കാറ് ഇൻഷുറൻസ്. നമുക്ക് വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി ഒരുപാട് ഇൻഷുറൻസ് എടുക്കാം, ഈ ബജാജിൻ്റെയൊക്കെ. പക്ഷേ അതെല്ലാം റേറ്റ് കുറവാണ്. ഓക്കെ, 2500 രൂപ വരേണ്ട സമയത്ത് 1500 രൂപയൊക്കെ ആവുള്ളൂ. പക്ഷേ അതൊക്കെ എത്രത്തോളം ജെന്യുവിനാണ് അല്ലെങ്കിൽ അത് ഉപയോഗമുള്ളതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോൾ പറ്റിപ്പായിരിക്കും. നമുക്ക് പിന്നെ ചുമ്മാ പോലീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇൻഷുറൻസിൻ്റെ കേസ് പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പോലത്തെ ഇതേപോലെയുള്ള ഫൈബർ പാർട്സിനൊന്നും അധികം ഇൻഷുറൻസ് ഒന്നും കിട്ടൂല. അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പം കിറ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടൂല. ഞാൻ അവിടെ ചോദിച്ചപ്പം നമുക്ക് മെയിനായിട്ട് ഈ ഇരുമ്പ് പാർട്സ്, ഇലക്ട്രോണിക് സാധനങ്ങൾ അതൊക്കെ കിട്ടും എന്നും പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയി കിട്ടത്തില്ല. ഇപ്പം ആക്സിഡൻറ്റ് വല്ല ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നിയമം ലംഘിക്കാതിരിക്കുക, രണ്ടാമത് ഒരു നേർച്ചയായിട്ട് ഇടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൽ ഒരു 95% ആൾക്കാർക്ക് യൂസൊന്നുമില്ല. വെറുതെ ഒരു പ്രഹസനം, അല്ലെങ്കിൽ പോലീസുകാരെ കാണിക്കുക, അങ്ങ് അടയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വണ്ടിയെല്ലാം തട്ടിയാൽ ഇൻഷുറൻസിൻ്റെ പിറകെ ഒന്നും ആരും പോകണമെന്നില്ല. അപ്പം നമുക്ക് വണ്ടി തട്ടാതിരിക്കാനും നമ്മൾ ഈ ദൈവത്തിന് നേർച്ചയിടൂലേ, ഒന്നും പറ്റാതിരിക്കണേന്നൊക്കെ പറഞ്ഞു, അതേപോലെ നമ്മൾ നേർച്ചയായിട്ട് ഇടുന്നതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോഴേ ഞാൻ ന്യൂ ഇന്ത്യയിലാണ് ഡെയിലി എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കറക്റ്റ് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം ഇവരുടെ മെയിൻ റേറ്റ് എത്രയാവുന്ന ഇവരുടെ കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ മെയിൻ ഹെഡ് ഓഫീസിൽ നിന്ന് എടുത്തപ്പം ഒരു 2500 സംതിങ് രൂപയായി ആ സമയത്ത്. അപ്പോഴും ഞാൻ വണ്ടിയുടെ വാല്യൂ, അതായത് നമ്മൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം, നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിൽ വണ്ടിയുടെ ഒരു വാല്യൂ കൊടുക്കും. അല്ലെങ്കിൽ വണ്ടിക്ക് എത്ര രൂപ ഇപ്പോഴത്തെ പഴക്കം വെച്ചിട്ട് എത്ര രൂപയുടെ വാല്യൂ ഉണ്ടെന്നുള്ളത്. അപ്പോഴങ്ങനെ ഞാൻ ഇതിന് മുമ്പ് വെച്ചിരുന്ന 90,000 ആയിരുന്നു വണ്ടിയുടെ അത് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് വെച്ചാൽ മതി, കാരണം ഇൻഷുറൻസിൻ്റെ റേറ്റ് കൂടും. അതുകൊണ്ട് നമ്മൾ അതിൽ നാണക്കേടൊന്നും നോക്കണ്ട, നമ്മൾ അത്യാവശ്യം കുറച്ച് വെച്ചാൽ മതി. എന്നാൽ ഒരുപാട് കുറച്ചും വെക്കരുത്. ഒരുപാട് കുറച്ച് വെച്ചെന്നും പറഞ്ഞിട്ട് വലിയ വ്യത്യാസം വരാൻ പോകണില്ല. അപ്പം 90,000 ആയിരുന്നു ഇതിന് മുമ്പ് വെച്ചിരുന്നു. അപ്പം എനിക്ക് 2500 രൂപ സംതിങ് ആയിരുന്നു ഇൻഷുറൻസ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്. അപ്പോൾ 1 മാസം ഞാൻ ലേറ്റായിപ്പോയി. കാരണം കൊറോണ ഒക്കെ ആയതുകൊണ്ട് അധികം ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കാറില്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം മറന്നു, പിന്നെ അധികം വണ്ടിയിൽ നിന്ന് വെളിയിൽ എടുക്കൂലായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയോണ്ടാണ് ഇൻഷുറൻസ് എടുത്തത്. ഇന്ന് എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ന്യൂ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പം വണ്ടിയുടെ വാല്യൂ വെച്ചിരിക്കുന്നത് 75,000 രൂപയാണ്. 75 രൂപ കുറവാണ് എനിക്കറിയാം. 75,000 രൂപ വെച്ചിട്ടും 2380 സംതിങ് ആയി. അത്രയും രൂപ ഇൻഷുറൻസ്. അതായത് ഒരു 5 വർഷം പഴക്കമുള്ള KTM RC 200-ന് എനിക്ക് തോന്നുന്നു 390 കുറച്ചുകൂടി കൂടും എന്ന് തോന്നുന്നു. എല്ലാം കൂടെ ഇൻഷുറൻസ് 1 വർഷത്തേക്ക് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2,400 കൂട്ടിയാൽ മതി. 100 രൂപ വരെ വ്യത്യാസമേ ആയുള്ളൂ 1 വർഷം കൊണ്ട്. അപ്പോൾ അതാണ് ഇൻഷുറൻസ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിന് ശേഷം നമുക്ക് എന്തായാലും വണ്ടിയുടെ മൊത്തത്തിൽ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഐഡിയ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് മെയിൻ്റെനൻസിനെ പറ്റി പറയാം. ഫുൾ വണ്ടി കൊണ്ടു നടന്ന ഇത്രയും നാൾ എനിക്ക് വന്നിട്ടുള്ള പണിയും അല്ലെങ്കിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ് വരുന്നതെന്ന് എല്ലാം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ഈ പുക ടെസ്റ്റ് ചെയ്യാൻ ഒരു 80 രൂപ ഉള്ളൂ. പക്ഷേ നമ്മൾ മിക്കവരും പുക ടെസ്റ്റ് ചെയ്യാറില്ല. എല്ലാവരും മെയിൻ കാര്യം മറന്നു. 6 മാസം കൊണ്ട് തീർന്നുകൊണ്ട് ആരും അങ്ങനെ ഓർക്കാറില്ല. പക്ഷേ അത് മതി പോലീസിന് ഒരു 200 രൂപ 250 രൂപ പെറ്റി അടിച്ച് തരാൻ. അത് നിങ്ങൾ ഓർക്കുക. എനിക്കൊരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു പുക ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ലേറ്റായാണ് ചെയ്യുന്നത് പ്ലസ് 6 മാസം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എത്രത്തോളം ഓടാൻ പറ്റുമോ അത്രയും ഓടിയിട്ടേ പുക ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും നാൾ നീട്ടി കിട്ടും എന്നുള്ളൊരു മൈൻഡ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്ന അവസാനം പോലീസിന് ഒരു 200 രൂപ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് മതിയായി. അതിൽ പിന്നെ ഞാൻ ഇപ്പം കറക്റ്റ് പുക ടെസ്റ്റ് ചെയ്യാറുണ്ട്.
പുക ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഈ പുക ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരണതെന്ന് പറഞ്ഞാൽ ഈ KSRTC ഒക്കെ പോകുമ്പോൾ ഉള്ള പുക കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന വണ്ടികളാണ്. അത് എന്താണ് അങ്ങനെയെന്ന്, കാരണം നമ്മളെപ്പോലെ ഇതേപോലൊരു ബൈക്ക്, ഒരു 25 ബൈക്ക് പോണ പൊല്യൂഷനാണ് ഒരു KSRTC ബസ് പോകുമ്പോൾ ഉള്ളത്. അമ്മാതിരി പുകയാണ്. ആ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവരെയും അത് അഫക്റ്റ് ചെയ്യും. ഇപ്പം പിന്നെ മാസ്ക് ഒക്കെ എല്ലാവരും വെക്കുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോം സപ്പിയ.